ഇപ്പോൾ ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി ഗ്രീഷ്മയെ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. മെഡിക്കൽ പരിശോധന നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് ഈ പരിശോധനയ്ക്ക് ശേഷമാകും ഗ്രീഷ്മയെ കോടതിയിൽ എത്തിക്കുക. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസിന്റെ ശിക്ഷാവിധി ഉണ്ടാവുക. ഇപ്പോൾ ഈ മെഡിക്കൽ പരിശോധന എല്ലാം പൂർത്തിയായ ശേഷമാകും ഇവിടെ നിന്ന് ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുപോവുക. രാവിലെയാണ് അട്ടക്കുളം വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ ഇത്തരത്തിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഇനി ഇവിടുന്നാകും കോടതിയിലേക്ക് എത്തിക്കുക. പിന്നീട് അവിടെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും ഈ വിധിയിൽ ശിക്ഷ വിധിക്കുക. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി ഇന്നലെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് ശിക്ഷ വിധിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ മൂന്നാം പ്രതി നിർമ്മലകുമാരനും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ കുറ്റക്കാരിയല്ല എന്നുള്ള നിരീക്ഷണത്തിൽ, തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാരിയല്ല എന്നുള്ള നിരീക്ഷണത്തിൽ കോടതി എത്തിയിരുന്നു. കഷായത്തിൽ വിഷം ചേർത്തു നൽകി ഷാരോണിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഗ്രീഷ്മയ്ക്കെതിരായ കുറ്റം. ഈ കൊല്ലപ്പെട്ട ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാനായി ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ ഒരു കൃത്യത്തിലേക്ക് കടന്നു എന്നൊക്കെയുള്ളതായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരായ കുറ്റം. ഹാൻസ് തുടരുന്നുണ്ട്. ഹാൻസ്, ഈ ആശുപത്രിയിലെ നടപടികൾ ആരംഭിച്ചോ? എത്ര മണിയോടുകൂടി അത് പൂർത്തിയാകും? എപ്പോഴേക്കാണ് കോടതിയിലേക്ക് കൊണ്ടുപോവുക? ആതിര, അല്പസമയം മുമ്പാണ് മെഡിക്കൽ പരിശോധനകൾക്കായി ഗ്രീഷ്മയെ ഇപ്പോൾ ഫോർട്ട് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ എത്തിച്ചേർന്നിട്ട് നിമിഷങ്ങളാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പരിശോധനകൾക്കായി ഡോക്ടറുടെ അടുത്തേക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസും കൂടെയുണ്ട്. ഏകദേശം 10ഓളം പോലീസ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഏകദേശം 10ഓളം പേർ ഇപ്പോൾ ഗ്രീഷ്മയോടൊപ്പം അവിടെയുണ്ട്. ഇപ്പോൾ മെഡിക്കൽ പരിശോധനകൾ ആരംഭിച്ചതേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമായിരിക്കും മെഡിക്കൽ പരിശോധനകൾക്കായി ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഇന്നലെ വനിതാ ജയിലിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി തന്നെ ഗ്രീഷ്മയുടെ മെഡിക്കൽ പരിശോധനകൾ എടുത്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു രാത്രി വനിതാ ജയിലിൽ തങ്ങിയതിനെ തുടർന്ന് ഇനിയും മെഡിക്കൽ പരിശോധനകൾ എടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ജാമ്യം കഴിഞ്ഞ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗ്രീഷ്മ പോലീസ് വാഹനത്തിൽ വെച്ച് ചില അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ഗ്രീഷ്മയ്ക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നതിൽ വ്യക്തമല്ല. കാരണം ഇന്നലെ മെഡിക്കൽ പരിശോധനയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ലെങ്കിൽ പോലും രാവിലെ ജയിലിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഉദ്യോഗസ്ഥരോട് തനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെ നിയമ നടപടികളുടെ ഭാഗമായി തന്നെയാണോ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് എന്തായാലും ഗ്രീഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ഗ്രീഷ്മയെ പരിശോധിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പച്ച ചുരിദാർ ധരിച്ച് മാസ്ക് വെച്ച വ്യക്തിയാണ് ഗ്രീഷ്മ. നിലവിൽ മെഡിക്കൽ പരിശോധന പുരോഗമിക്കുന്നു. ഇതിനുശേഷം ഇപ്പോൾ സമയം ഏകദേശം 9:45, ഏകദേശം 10 മണിയോട് തന്നെ ഇവിടെ നിന്ന് കോടതിയിലേക്ക് തിരിക്കും. കാരണം ഏകദേശം 11 മണിക്കാണ് ഇപ്പോൾ കോടതി നടപടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഉണ്ട്. എന്തായാലും ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഗ്രീഷ്മയെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകും. അത് നേരെ കോടതിയിലേക്കാണ്. കോടതിയിൽ നിന്ന് ആയിരിക്കും മറ്റ് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക. അവിടെ തന്നെ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരൻ നായരെയും കൊണ്ടുപോകും. അതിനുശേഷം അവിടെ വെച്ച് മറ്റ് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും. നമുക്കറിയാവുന്നതുപോലെ ഗ്രീഷ്മയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രാഥമികമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗ്രീഷ്മയെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ഏകദേശം 11 മണിയോടുകൂടി ഈ ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.